ആൾമാറാട്ടം നടത്തി പോലീസിനെ പറ്റിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ഈ സിനിമയിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ കാസർഗോഡ് ഒരു ബിരുദൻ ജഡ്ജിയായി ആൾമാറാട്ടം നടത്തി പോലീസിനെ നല്ല നൈസായിട്ട് പറ്റിച്ചിട്ടുണ്ട്. പോലീസ് വാഹനത്തിൽ സുഖയാത്ര സംഘടിപ്പിച്ചു. ഇയാൾ താമസിച്ച ഹോട്ടലിൽ പരിശോധനയ്ക്ക് ചെന്നപ്പോഴാണ് ഈ പോലീസുകാരൊക്കെ അറിഞ്ഞത് അവിടെ മൂപ്പര് സബ് കളക്ടറാണെന്ന്. സബ് കളക്ടർ അല്ലേ എന്ന് വിചാരിച്ച് ഹോട്ടലുകാർ പണം പോലും വാങ്ങിക്കാതെ മുറി കൊടുത്തു. ഒടുവിൽ ആശാൻ പിടിയിലായി. അപ്പോൾ ഈ വാർത്തയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാരംഗാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാരംഗെ, ഇതിപ്പോ ഒരു വല്ലാത്തൊരു പറ്റിപ്പോയി പോയി. കാരണം പോലീസുകാരെ പോലും പറ്റിച്ച് ഈ സബ് കളക്ടർ എന്നുള്ള രീതിയിലാണ് ഇയാൾ ഇങ്ങനെ നൈസായിട്ട് വിലസിയതല്ലേ. ഇപ്പോൾ എങ്ങനെയാണ് കുടുങ്ങിയത്? എന്ത് പറഞ്ഞായിരുന്നു ഈ ഒരു പറ്റിപ്പ്? എത്ര നാളായിട്ട് ഇങ്ങനെ ഈ ഒരു പറ്റിക്കൽ യാത്ര സംഘടിപ്പിക്കുകയാണ് ഇയാൾ? മമ്മൂട്ടിയുടെ കളിക്കളം സിനിമയെ അനുസ്മരിപ്പിക്കുന്ന സംഭവവികാസങ്ങളാണ് ഇന്നലെ രാത്രി കാസർഗോഡ് ഹോസ്ദുർഗിൽ സംഭവിക്കുന്നത്. നമ്മൾ കാലങ്ങളായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന പണം തട്ടി, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ആളുകളെ അടുത്ത് വന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്തകളൊക്കെ തന്നെ. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരാൾക്ക് തട്ടിപ്പ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതിന്റെ ഏറ്റവും അറ്റം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരാള് ജില്ലാ ജഡ്ജിയാണെന്ന് പറഞ്ഞ് അർദ്ധരാത്രി സമയത്ത് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. അവിടെ വിളിച്ചിട്ട് അയാൾ പറയുന്നത്, പത്തനംതിട്ട ജില്ലാ ജഡ്ജിയാണ് ഞാൻ, ഒരു സ്വകാര്യ ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് വാഹനത്തിന് കേടുപാട് സംഭവിച്ചു, എന്നെ എന്റെ താമസ സ്ഥലത്ത് എത്തിക്കണം എന്നാണ്. ജില്ലാ ജഡ്ജിയാണ് വിളിക്കുന്നത്. പോലീസുകാർക്ക് അത് മാറി നിൽക്കാൻ ഒരിക്കലും പറ്റില്ല, അവർക്ക് അതൊന്നും തലയുരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവര് വാഹനം വിട്ടു. അങ്ങനെ ഈ ജഡ്ജി തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശിയായിട്ടുള്ള ഷംനാദ് എന്ന വ്യാജ ജഡ്ജി ഹോട്ടലിലെത്തി. അങ്ങനെ ഹോട്ടലിലെത്തി കഴിയുമ്പോൾ ഇയാൾ പിന്നെയും പ്ലേറ്റ് അങ്ങ് മാറ്റി. അപ്പോൾ ഈ ഷംനാദ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറെ പ്രധാനപ്പെട്ട കേസുകൾ വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സുരക്ഷാ ചുമതല ഒരുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് എനിക്ക് കാവലിനായിട്ട് പോലീസുകാരെ വേണം എന്ന് പറയണം. അങ്ങനെ കാവലിനായിട്ട് പോലീസുകാർ വരുന്നു, നിൽക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ ഈ ജഡ്ജി ഓടി വന്ന് പറയാണ്, എനിക്ക് തിരിച്ചു മടങ്ങാനുള്ള സമയമായി, എനിക്ക് പോകണം. ഇവരതുപോലെ തന്നെ ആ വാഹനം അവിടെ തന്നെ വെച്ച് ഈ പോലീസ് വാഹനത്തിൽ ഇയാളെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ട്രെയിനില്ല. ഉടൻ തന്നെ ഇയാൾ പറയാണ്, എനിക്ക് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, അവിടെ നിന്ന് ട്രെയിൻ കയറി പോയാൽ മതി എന്ന്. എന്തോ ആ കൂട്ടത്തിൽ ഏതോ ഒരു ബുദ്ധിമാനായ പോലീസുകാരന് പെട്ടെന്നൊരു സംശയം തോന്നി. അതിന്റെ ഭാഗമായിട്ട് ഇയാളോട് ചോദിച്ചു, സാറിന്റെ ആ ID കാർഡ് കാണിച്ചു തന്നാൽ ഒന്ന് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇയാൾ ആദ്യം ബബ്ബ അടിച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. പിന്നെ ഇയാളുടെ ബാഗ് ബലം പ്രയോഗിച്ച് പോലീസുകാർ പരിശോധിച്ചു. നോക്കുമ്പോൾ കുറെ വ്യാജരേഖകളൊക്കെ അതിനകത്തുണ്ട്. പോലീസുകാർക്ക് കാര്യം പിടികിട്ടി, ഇയാള് ഒരു വ്യാജ ജഡ്ജാണെന്നുള്ള കാര്യം. അതിങ്ങ് കഴിഞ്ഞ് ഇവര് തിരിച്ച് ഇയാളെയും കൊണ്ട് ഹോട്ടലിലെത്തിയപ്പോഴാണ് ഇതിന്റെ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ ഹോട്ടലിൽ ഇയാൾ മുറി എടുത്തിട്ടുള്ളത് ഞാനൊരു സബ് കളക്ടറാണെന്ന് പറഞ്ഞിട്ടാണ്. ഈ റൂമിൽ താമസിച്ച അത്യാഡംബര സൗകര്യങ്ങളുള്ള റൂമിൽ താമസിച്ചതിന്റെ വാടക അയാൾ ഇതുവരെ നൽകിയിട്ടില്ല. റൂമിന്റെ വാടക നൽകാതെയാണ് താമസിച്ചിട്ടുള്ളത്. അങ്ങനെ ഇയാളെ കുറിച്ച് നാട്ടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ, ഇയാൾ താമസിച്ചു വന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അന്വേഷിച്ചപ്പോൾ ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്, സ്ഥിരം തട്ടിപ്പ് വീരനാണ്. നിലവിൽ 9 കേസ്, ഈ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ കേസ് കൂടാതെ 9 കേസ് ഇയാളുടെ